സിനിമ കാണാൻ പ്ലാൻ ഉണ്ടോ? കാണാൻ പ്ലാനില്ല. എനിക്കും പ്ലാനില്ല കാണാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടെടുത്തത്? എനിക്ക് തിയേറ്ററിൽ പുള്ളിന്റെ പടം സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ സിനിമ വേറെയാണ്, പേഴ്സണൽ ലൈഫ് വേറെയാണെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ വിഷയം വന്നതിന് ശേഷം സിനിമ ബഹിഷ്കരിക്കുന്നത് ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ അതിനെപ്പറ്റി എന്താ അഭിപ്രായം? സിനിമ വിജയിച്ചാൽ പുള്ളിയിലാണ് സെലിബ്രേറ്റ് ചെയ്യുക ആൾക്കാർ. ഇപ്പോൾ രാമനിലെ പണ്ട് ആ ടൈമിൽ ഹിറ്റായപ്പോൾ പുള്ളി തിരിച്ച് വന്നതിൻ്റെ രീതിയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പുള്ളിനെ തന്നെയാണ് കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുക. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി കാണാൻ താല്പര്യമില്ല. ഈ പടം തന്നെ പുള്ളിൻ്റെ തിയേറ്ററിൽ ഒരുപാട് കാണാൻ താല്പര്യമില്ല. ഇപ്പോൾ OTT വന്നാൽ അങ്ങനെ ചിലപ്പം കണ്ടാലായി, പക്ഷേ ചാൻസ് ഇല്ല. അല്ല, പറഞ്ഞ പോലെ തന്നെ തിയേറ്ററിൽ പോയിട്ട് ഈ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമില്ല. ആർട്ടിസ്റ്റ് എന്നുള്ള രീതിക്കാണെങ്കിൽ ആൾ ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും ഒരു തരത്തിലും മറയ്ക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ പ്ലാനില്ല. OTT വന്നാലും കാണുമെന്ന് സംശയമാണ്. കാരണം ഇപ്പോൾ നമ്മുടെ മനസ്സിലൊരു മുഖം ഉണ്ടല്ലോ ആളുടെ, ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ദിലീപിന്റെ പഴയ ചിത്രങ്ങൾ റീവാച്ച് ചെയ്യുന്നതിനൊക്കെ പറ്റി എന്താ പറയുക? ഒരുപാട് കൾട്ട് മൂവീസ് ഉള്ള ഒരാളാണ് ദിലീപ് എന്നൊരു മലയാള സിനിമയിൽ. അപ്പോൾ അതിനെപ്പറ്റി, അത് റീവാച്ച് ചെയ്യുന്നതിനെ പറ്റി ഈ സാഹചര്യത്തിൽ എന്താണ് പറ്റും? അത് ഞാനൊക്കെ പണ്ട് മുതൽ ചെറുപ്പം മുതൽ നമുക്കറിയാം, കണ്ടു വളർന്ന ഒരു ആർട്ടിസ്റ്റാണ് ദിലീപ് എന്ന് പറയുന്നത്. പക്ഷേ കാലഘട്ടം മാറും തോറും നമ്മൾ ആളുടെ പടങ്ങളുടെ പൊളിറ്റിക്സ് ഇപ്പോൾ ഒന്നും കൂടി നിരീക്ഷിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ആളുടെ എന്താ പറയുക, എല്ലാ പടങ്ങളും പൊളിറ്റിക്സ് ഡിഫറെൻ്റാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങൾക്കും പൊളിറ്റിക്സ് നോക്കുന്നതാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ആ രീതിക്ക് നോക്കണ സമയത്ത് അയാളുടെ എല്ലാ പടങ്ങളും വളരെ മോശമായിട്ടുള്ള പടങ്ങളായിട്ടാണ് തോന്നിയിട്ടുള്ളത്, ആശയപരമായിട്ടാണെങ്കിലും കൂടി. അതുകൊണ്ട് ഇപ്പോൾ റീവാച്ച് ഒന്നും ചെയ്യാറില്ല അയാളുടെ പടങ്ങളൊന്നും. അതുപോലെ തന്നെ പുള്ളീൻ്റെ ഇപ്പോൾ പഴയ പടം എടുത്താൽ 2000-ന് ശേഷമുള്ള പടത്തിൽ ഒരുവിധം എല്ലാ റേപ്പ് കൾച്ചർ അടക്കം പ്രൊമോട്ട് ചെയ്യുന്ന കുറേ പടങ്ങളുണ്ട്. അതുകൊണ്ട് അതന്നെ ഇപ്പോൾ രണ്ടാമത്തെ വട്ടം, ഒരു വട്ടം തന്നെ എങ്ങനെയൊക്കെ കണ്ടത്, പിന്നെ എങ്ങനെയാണ് രണ്ടാമത്തെ വട്ടം കാണുക? അത് മാത്രമല്ല, ഒരു വട്ടം കാണുന്ന സമയത്ത് ഞാൻ അതാ പറഞ്ഞു, ഇപ്പോൾ കാലഘട്ടം മാറിയല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇപ്പം കാണുമ്പോൾ നമ്മളെല്ലാം വേറൊരു ആംഗിളിലാണ് കാണുന്നത്. പണ്ട് കണ്ട പോലെ എൻ്റർടൈൻമെൻറ്റിലല്ല നമ്മളിപ്പോൾ എല്ലാ പടങ്ങളും കാണുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന സ്റ്റൈല് മാറി, നമ്മൾ എന്താ പറയുക, അനലൈസ് ചെയ്യുന്ന സ്റ്റൈലെല്ലാം മാറി. അതിൻ്റെ ഒരു ഡിഫറൻറ്റും കൂടി ഉണ്ട് ഇപ്പോൾ ആളുടെ പടം കാണുന്ന സമയത്ത്. പുള്ളീൻ്റെ ടൈപ്പ് പടങ്ങൾ ഇപ്പം കുറഞ്ഞത് കൊണ്ടാണ് കുറച്ചുകൂടി മലയാള സിനിമ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം അതിനുശേഷം കുറച്ചും കൂടി ക്വാളിറ്റിയിൽ മലയാളം പടങ്ങൾ വന്നു. ഇപ്പോൾ അതർ സ്റ്റേറ്റിലെ ആൾക്കാരാണെങ്കിലും ഓൾ ഇന്ത്യ ലെവലിൽ മലയാള സിനിമയ്ക്ക് ഇപ്പോൾ ഒരു കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഓഡിയൻസ് ഉണ്ട്. പുള്ളീൻ്റെ ടൈപ്പ് പടങ്ങൾ പിന്നെയും വന്നാൽ പിന്നെയും മലയാള സിനിമ കുറച്ച് താഴോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.